ഔറന്റെ നല്ല ഇടിയാന്നാ പറഞ്ഞ ഫോൺ ഇവിടെ വെച്ചാൽ തരിച്ചു പോകുന്നു പറയണേ. അപ്പൊ കാണിച്ചു കൊടുക്കൂലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ ഇല്ല വെച്ചാൽ നമ്മളെ എടക്കര കരുളായി ഭാഗത്താണ്. നമ്മളിന്നൊരു പുതുപുത്തൻ കമ്പനി കൊണ്ടാണ് വന്നിക്കണത്. സംഗതി ഒരു അടാറ് മുതലാണ്. വണ്ടി ഇതാക്കണോ, ഫുൾ സെറ്റ് വർക്ക് ലോഡ് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സംഗതി ഇറങ്ങിയിട്ടുള്ളൂ. ഏകദേശം ഒരു 10-15 ലക്ഷം റുപ്യൻ്റെ വർക്കാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വണ്ടി മൊത്തത്തിൽ കാണാം. അതിന് മുന്നേ നമുക്ക് വണ്ടിൻ്റെ സാരഥികൾ, വണ്ടിൻ്റെ ഓണർ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ ഇതാണ് നമ്മൾ ജംഷീർക്ക, അതായത് നമ്മളെ വണ്ടിന്റെ ഓണറാണ്. ജംഷീർക്ക, എന്താ വർത്താനോ? സുഖാണ്. വണ്ടി ഇപ്പൊ ഇതാകണ ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. ഫുൾ വർക്ക് കഴിഞ്ഞു. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കയറിയില്ലേ? ഫസ്റ്റ് ട്രിപ്പ് കയറി വണ്ടി നാളെ ഓട്ടം പോകും. അപ്പൊ നമ്മളിന്ന് അതിന് മുന്നേ നമ്മൾ വണ്ടി ചൂട് കൊടുക്കണല്ലേ? അതായത് ഒറ്റ മൈൻഡാണ്, വൺ മൈൻഡ് അല്ലേ? വൺ മൈൻഡാണ്. അതായത് ആ ലെവലിൽ നമ്മളിന്ന് വണ്ടി നിങ്ങളിലേക്ക് എത്തിച്ചാണ്. പിന്നെ ഇതാക്കണത് നമ്മളെ കുഞ്ഞുട്ടിയാണ് മൊത്തത്തില് ഓളിനോളില്ലേ? അല്ലേ? ഓളിനോളാണ് ഇത്. കുഞ്ഞുട്ടി, നിങ്ങളെ പേര്? അംജദ്, ജിതിൻ. വണ്ടിന്റെ എല്ലാമാണ്. വീഡിയോ എടുക്കല് ഇതിലാരാണ് മെയിൻ ആയിട്ട്? നിങ്ങളാണ് വീഡിയോ എടുക്കല്. നിങ്ങൾ പിന്നെ വണ്ടിന്റെ രണ്ടാമത്തെ സാരഥി. അതെ, ഇത് പിന്നെ നമ്മളെ വണ്ടിന്റെ രണ്ടാമത്തെ സാരഥി. അപ്പോ നമ്മളെ വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളത്? വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വൺ മൈൻഡ് പേരിടാനുള്ള ഒരു റീസൺ എന്താണ്? അതൊരു ഒറ്റ ചിന്ത, ഒറ്റ മൈൻഡ്. വേറെ ഒന്നും നമുക്കൊന്നുമില്ല. പോണോലും മൊത്തം ഒറ്റ മൈൻഡ്. അതെ, വേറെ ചിന്ത ബൽക്കില്ല. എന്താണ് മൈൻഡിൽ എന്നത് അതങ്ങടെ വണ്ടിയിൽ അത്രേ ഉള്ളൂ. അങ്ങനെ ഇതാക്കണോ, എല്ലാവരും ഇതാ ഈ സൈഡിലുണ്ട്, കണ്ടില്ലേ? പന്തളിച്ച വന്ന ആൾക്കാരട്ടോ. നമ്മള് വീഡിയോ എടുക്കണ്ടിട്ട് വന്നാണ്. ഇതാ പിന്നെ നമ്മള് ജിതുണ്ട്. ജിതോ, അപ്പൊ നമുക്ക് വണ്ടിനെ കുറിച്ച് പരിചയപ്പെടല്ലേ? നമുക്ക് ഫ്രണ്ട് നിന്ന് തുടങ്ങാം അല്ലേ? ഫ്രണ്ടിൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിക്കണ്? നമ്മൾ ടോപ്പ് ലൈറ്റ് ചെയ്തിക്കണ്, LED വാള ഏതാണ്? ഫ്ലെക്സിബിൾ ചെയ്തിക്കണ്. പിന്നെ ഇതാകണു ചെയ്തിക്കണല്ലേ? ടൈപ്പിന്റെ അതും ചെയ്തിട്ടുണ്ട്. യു ഫുൾ ആയിട്ട് ചെയ്തിക്കണ്. പിന്നെ ഇതാകണു ലൈറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തിക്കണ്. അതായത് ഫ്രണ്ടിൽ ഇനി ഒന്നും പരിപാടികൾ ബാക്കിയില്ല. പക്ഷെ നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ആയില്ല എന്താണ് മെയിൻ ആയിട്ട് ഈ കണ്ണനല്ലേ? കണ്ണ്. അതായത് നമ്മള് സെറ്റ് വർക്ക് എടുത്തിങ്ങനെ എവിടുന്നാണ്? സെറ്റ് വർക്ക് നമ്മളിവിടെ പൂക്കോട്ടുംപാട് വാപ്പാക്കാന്റെ അവിടുന്നാണ് എടുത്തിക്കണത്. അതായത് വേറെ ലൈറ്റ് വർക്ക് ഒക്കെ പോലെ തന്നെ. പിന്നെ സൈഡിക്ക് വരുമ്പോ നമ്മളെ സെഡ് അസ്ത്രയാണ് ഫ്രണ്ട് വരുന്നത്. BS6 തന്നെയാണ്. വണ്ടി ഓടിയിട്ടില്ല. ഫസ്റ്റ് ട്രിപ്പ് നാളെ. പിന്നെ മെയിൻ ആയിട്ട് നമ്മള് വീലാർച്ചും ഇവിടെ ഫുള്ള് ലൈറ്റ്. അതിന് നമുക്ക് രാത്രി കാണുള്ളൂ. ബോഡി ലൈറ്റ് ഫുള്ള് അടി കൂടെ ലൈറ്റ് മൊത്തം ഉണ്ട്. അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഫുള്ള് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷർ അല്ലേ ചെയ്തിങ്ങനെ? മേലെ കൂടെ ലൈറ്റ് ഫുള്ള് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കാരണം രാത്രി നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ ഇതിൽ ഫുള്ള്. കാരണം അടി കൂടെ ഫുള്ള് ലൈറ്റ് ആണ്. നമ്മളത് അടിയിൽ ഫുള്ള് ലൈറ്റ് കൊടുത്തു. കാരണം രാത്രി ആവണം അറിയണമെങ്കിൽ. പിന്നെ പേര് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ അടിച്ചിട്ടുണ്ട്. സാധാരണ ഫ്രണ്ടിലാണ് എല്ലാരും കൊടുക്കല്. പിന്നെ നമുക്കൊരു ഹൈലൈറ്റ് പറഞ്ഞാല് ബാക്കില് നമ്മളിതിന് വണ്ടിന്റെ സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഐഡന്റിറ്റി ഒന്നുമില്ല. നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും മാത്രം. അതായത് വണ്ടി എവിടെ വേണമെങ്കിലും വന്ന് ട്രിപ്പ് എടുക്കും. അതെ. ഓൾ കേരള എവിടെ വേണമെങ്കിലും വന്ന് ട്രിപ്പ് എടുക്കും അല്ലേ? നമ്മൾ എടുത്തു പറയണ്ട. നമ്മൾ അഡീഷണൽ ടൈം നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ടില്ലല്ലോ? ഫ്രണ്ടിലിട്ടിട്ടില്ല, ബാക്കിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. സോൾജർ. ഇത് ആരെ ഐഡിയ ആണ്? കുഞ്ഞുട്ടിന്റെ ഐഡിയ ആണ്. അതായത് ഒരു ആർമി മിലിറ്ററി ടച്ച് ഇട്ടാൻ വേണ്ടിട്ട് സോൾജർ ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറിലോട്ട് മാറുകയാണെങ്കിൽ നമ്മളൊരു ആർമി ലെവലിലേക്ക് നമ്മൾ കൊടുക്കുക. ഗ്രാഫിക്സ് കൊണ്ടുവരല്ലേ? ബാക്കിൽ പിന്നെ വേറെ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ട് കോണിയും കാര്യങ്ങളും കൊടുത്തില്ല. കോണി കൊടുത്തതിന് ഒരു എടുപ്പ് കിട്ടില്ല. കോണില്ലെങ്കിൽ കണ്ടില്ല, നല്ല എടുപ്പും കാര്യങ്ങളാണ് വണ്ടിക്കുള്ളത്. പിന്നെ എന്താ ഈ സൈഡും സെയിമനാണ്. കട്ടലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിക്കണ്. വീൽ കപ്പ് കണ്ടില്ല? വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിക്കണ്. പിന്നെ പേര് ഈ സൈഡിലും കൊടുക്കണം. പിന്നെ അപ്പുറത്തെ സൈഡ് കണ്ട അതേമാതിരി തന്നെ അല്ല ലൈറ്റും കാര്യങ്ങളും. അപ്പൊ ഇനി നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ കണ്ടു. പിന്നെ എന്താ കുഞ്ഞിട്ടിയാ, എന്തുകൊണ്ടാണ് നമ്മൾ സോൾജർ പേരിടാനുള്ള കാരണം? കണ്ടില്ലേ? നമ്മൾ നേരത്തെ ബാക്കിൽ കണ്ടു സോൾജർ, ആ വണ്ടിന്റെ അഡീഷൻ നെയിം. ഫ്രണ്ടിൽ ഇട്ടിട്ടില്ല, ബാക്കിൽ ചെന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. അത് ഇടാനുള്ള കാരണം കുഞ്ഞുട്ടിയാന്ന് പറഞ്ഞത്. കുഞ്ഞുട്ടിയാ ഒരു പട്ടാള മൈൻഡ്, വേറെ ഒന്നുമില്ല. ആർമി മൈൻഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് കളർ വന്നു കഴിഞ്ഞാല്, ഗ്രാഫിക്സ് വന്നു കഴിഞ്ഞാൽ നമ്മള് ഏതാ ആർമി ടച്ച് ലെവൽ കംപ്ലീറ്റ് പിന്നെ BSF ലെവലിലേക്കാണ് കംപ്ലീറ്റ് പോവാ. ഫുള്ളായിട്ട് ഗ്രാഫിക്സ് വരിക ആ ഒരു ലെവലില് വണ്ടി മൊത്തത്തിൽ വരും. കളർ വരികയാണെങ്കിൽ കളർ എന്തായാലും വരും. അപ്പൊ കുഞ്ഞുട്ടിന്റെ അടുത്ത ഐഡിയ ഗ്രാഫിക്സ് ഇതിമ കയറും. അപ്പൊ ഏതായാലും നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ കണ്ടാലോ? അങ്ങനെ നോക്കണോ, നമ്മളെ ഫ്രണ്ടും കാര്യങ്ങളുണ്ടല്ലോ, LED വാളൊക്കെ അങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇനി രാത്രിക്കത്തെ വിഷ്വല് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി വണ്ടിന്റെ ഉള്ളിൽ പരിചയപ്പെടാം. വണ്ടിന്റെ ഉള്ളിൽ നമ്മളെ ചെക്കൻ കയറിക്കണം, കണ്ടില്ലേ? കയറി വരുമ്പോ തന്നെ നല്ല മാറ്റൊക്കെ ഇട്ട് നീറ്റാക്കി ഇട്ടിക്കണം. ഇത് ഫുള്ള് നമ്മള് വാപ്പാക്കാന്റെ വർക്ക് തന്നെയാണല്ലേ? വാപ്പാക്കാന്റെ വർക്ക് തന്നെയാണ്. കണ്ടില്ലേ? ഇത് 3D ടൈപ്പ് ആണല്ലോ അല്ലേ? 3D. അത് ഉള്ളിലും അവിടെയുണ്ട്, ഇപ്പുറത്തുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. രണ്ട് സൈഡാ.
കേറി വരുമ്പോ തന്നെ ഇത് നമ്മള് കണ്ണുപോട്ട് കേട്ടോ. കരിമ്പുലില്ലത് കരിമ്പുലിന്റെ ആ ഒരു ഗ്രാഫിക്സിൽ 3D ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തകണു നമ്മളെ ക്യാബിന് ഇതിപ്പോ ആരെ ഐഡിയ ആണ് ഇത് കുഞ്ഞുട്ടിന്റെ തന്നെയാണ്. എല്ലാം കുഞ്ഞിട്ടി നമുക്ക് ഇനി ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഫുള്ള് ഇതും കൂടി ചെയ്യാണ്ട് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് നമുക്ക്. അതെ, അപ്പൊ ഇങ്ങനെ ട്രിപ്പ് ഓട്ടം കേറിയോണ്ട് പോലെ ഉണ്ടല്ലേ. ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ LED വാളിന്റെ ബാക്കാണ്. ഇവിടെ നല്ല ഗ്രാഫിക്സ് അടിച്ചിട്ടുണ്ടോ, നല്ല കിടിലം ഗ്രാഫിക്സ്. അപ്പൊ കുഞ്ഞിട്ടിന്റെ കയറല്ലേ? അല്ല, ഇത് നമ്മുടെ മുതലാളിന്റെ ആണ്. ഇത് മുതലാളിന്റെ വക. പിന്നെ കണ്ടില്ലേ ഈ ഡോർ നടക്കോ. പിന്നെ എന്താ നമ്മളെ ടോട്ടലി ഇവിടെ നമ്മളെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല നീറ്റ് ആയിട്ടാണ് നമ്മളെ ക്യാബിൻ കിടക്കുന്നത്. പിന്നെ എന്താ നമ്മളെ വണ്ടിന്റെ സീറ്റ് മാറ്റിക്കണം. അല്ലല്ല, സീറ്റ് ഇതെന്താ ഇവിടെ ഒരു ബോക്സ്? അത് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അതായത് നമ്മളെ പ്രകാശിന് കിട്ടിയ ബോക്സ് അല്ലേ ഇവിടെ വരുന്ന ബോക്സ് അല്ലേ? നമ്മള് പ്രകാശിന് വണ്ടി വരുമ്പോ കിട്ടുന്ന ബോക്സ് ആണ്. അതല്ല, ഇത് നമ്മള് രണ്ടാമത് അടുപ്പിച്ചുണ്ടാക്കിയാണ്. പിന്നെ ഇതെന്താണ്? ഇതാണ് ഒരു അല്ലേ? ഇത് ഈ ലോഗോ ആരതാ? അത് നമ്മള് ധനേഷ് ചേട്ടൻ, നമ്മളെ ലൈറ്റ് വർക്ക് ചെയ്ത ധനേഷ് ചേട്ടന്റെ രണ്ടും മൂപ്പരത്താണ്. ഇത് നമ്മള് വാപ്പുട്ടിയാക്കാന്റെ ഇത് ധനേഷ് ചേട്ടന്റെ പോലെ ലോഗോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ കണ്ടത്. ഞാൻ പിന്നെ വേറെ സംഗതി നോക്കി എന്താ വെച്ചാൽ സ്വിച്ച് എവിടെയും കാണില്ല. സ്വിച്ച് ഒക്കെ അടച്ചിക്കണത്. സ്വിച്ച് എവിടെ? നിങ്ങൾക്ക് എവിടെയും കണ്ട് കാണില്ലല്ലോ. സ്വിച്ച് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് എവിടെയും കൊടുത്തില്ല. ഞാൻ ഇവിടെ അങ്ങനെ കണ്ടില്ലേ. ഇവിടെ മേൽഭാഗമൊക്കെ നോക്കി എവിടെയും സ്വിച്ച് ഇല്ല. ഇവിടെ ആകെ നമ്മളെ ഔറന്റെ കൺട്രോൾ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നോക്കുമ്പോൾ അവിടെ 2 മെയിൻ പ്ലഗ് വരുന്നുണ്ട്. വേറെ എവിടെയും സ്വിച്ച് ഇല്ല. സ്വിച്ച് ഒക്കെ അടച്ചിക്കണത്. സ്വിച്ച് നിങ്ങള് കഴിഞ്ഞു? ഞാൻ തോറ്റു. സ്വിച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാ സ്വിച്ചും ഇവിടെ ഉള്ളേ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാല് ഇങ്ങനെ സ്വിച്ച് കിട്ടും. ആരും സ്വിച്ചുമ്മ കളിച്ചാൻ വരില്ല. കളിക്കാൻ പറ്റില്ല. എവിടെ ഫസ്റ്റ് വരുന്ന നമ്മള് സെറ്റിംഗ്സ് ഇട്ടാ പിന്നെ അത് എവിടെ സ്വിച്ച് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളെ കൺട്രോൾ തന്നെ വേണം. ഒക്കെ നമ്മളെ കൺട്രോൾ തന്നെ ആകണം. അതാണ് കേട്ടോ എന്റെ ഹോബി. അപ്പൊ ഏതായാലും നമുക്ക് ഉള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടോ. നമുക്ക് ഉള്ളിൽ കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ടോട്ടലി നമ്മളെ ക്യാബിനിലെ കാര്യങ്ങള്. അപ്പൊ ഇനി നമുക്ക് ഉള്ളു കണ്ടോക്കല്ലേ? എന്നാ നേരെ ഈ തന്നെ തുറന്നോ. നേരെ തകണു കേറി വരുമ്പോ തന്നെ ഫുള്ള് പിക്സൽ ചെയ്തിക്കണല്ലേ? ടോപ്പും ബർത്തും ഫുള്ള് പിക്സൽ ചെയ്തിക്കണ്. പിന്നെ നേരെ നമുക്ക് ആദ്യം തന്നെ ബാക്ക് പോവാ. നമ്മളെ ഹൈലൈറ്റ് കിടക്കുന്നത് പഞ്ച് ബോക്സിന്റെ ഉള്ളിലാണ്. അയ്യോ, ഇവിടെ നല്ല നിയോണിലൊക്കെ ചെയ്തിട്ട് എത്ര സബ്ബാ മൊത്തം വരുന്നത്? 4 സബ് വരുന്നുണ്ട് അല്ലേ? 2 ഔറും 2 പൈനിയറും. 2 ഔറുണ്ട്. അത് എത്ര? 12 ഇഞ്ച് അല്ലേ? 12 ഇഞ്ചിന്റെ 2 ഔറും. പിന്നെ ഇത് 2 ഏതാണ്? പൈനിയറിന്റെ 2 ചാമ്പ്യൻ സീരീസ് ആയിരം 2 ഉണ്ട്. പിന്നെ എന്താ നേരെ ഇങ്ങനെ വരുമ്പോ 1 മൈൻഡ് നല്ല ബോർഡ് ചെയ്തിട്ട് അതിൽ ഡോട്ട് ലേസറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണല്ലേ. പിന്നെ ഇങ്ങനെ നേരെ തിരിയുമ്പോ കണ്ടില്ലേ, ഇത് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അതിൽ ഇനി വർക്ക് കയറൂലേ? അതായത് ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എനിക്കിപ്പോ ഓട്ടത്തിന്റെ കുറച്ച് കേറിയതുകൊണ്ട് വണ്ടി വേഗം ഇറക്കിയതാണ്. പിന്നെ തകടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ നല്ല കിടിലം വേർഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻജോയ് എവരി മൊമെന്റ്. പിന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞുട്ടിന്റെ ഐഡിയ. കുഞ്ഞുട്ടിന്റെ ഇതിലാ പോണത്. ഒക്കെ കുഞ്ഞുട്ടിന്റെ ഇതിലാ പോണത്. പിന്നെ ഇതിൽ തന്നെ നോക്കുമ്പോ ഡോട്ട് ലൈസർ ഉണ്ട്, അതേമാതിരി പിക്സൽ ഉണ്ട്, നിയോൺ ഉണ്ട്, ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ല. പിന്നെ AC ഓപ്ഷനാണ്. AC കയറ്റിയില്ലല്ലോ? AC കയറ്റാൻ പോണം. AC ഓപ്ഷനാണ്. അതിനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോ എത്ര ഇഞ്ചാണ് TV? അത് 55 ഇഞ്ച്. 55 ഇഞ്ചിന്റെ TV ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാകൊണ്ട് നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ മൊത്തം നമ്മൾ കാണിച്ചു. നമ്മൾ നേരത്തെ ഇല്ലാതെ 2 ആൾ ഇപ്പൊ വന്നിട്ടുണ്ട്. നിങ്ങളെ പേരെന്തേന്? സെമീർ. ഇത് നമ്മളെ ഷമീർക്ക. പിന്നെ ഒരാളും കൂടി ഉണ്ട്. നിങ്ങളെ പേരെന്തേന്? ഗഫൂർ. ഇത് നമ്മളെ ഗഫൂർ കേട്ടോ. അതായത് നമ്മളെ 2 ജ്യേഷ്ഠന്മാര്. മൂപ്പരെ 2 ജ്യേഷ്ഠന്മാരാണ് ഈ കാണുന്നത്. അതായത് നമ്മളെ ഈ പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിലെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗന്മാരാണ് ഇതിന്റെ ഓണർമാര്. അപ്പോൾ ഈ 3 ആൾക്കാരാണ് നമ്മളെ ഈ 1 മൈൻഡ്. ഇവരെ ഒരൊറ്റ മൈൻഡിലാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പൊ കുഞ്ഞുട്ടിയാ, ഇതുവരെ നമ്മൾ ഇതിന്റെ പാട്ട് കേട്ടിട്ടില്ല. കുഞ്ഞുട്ടി പറഞ്ഞ നമ്മളെ ഔറന്റെ നല്ല ഇടിയാന്നാ പറഞ്ഞ. ഫോൺ ഇവിടെ വെച്ചാൽ തരിച്ചു പോകുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കൂലേ? എന്നാ പിന്നെ പാട്ടിട്ടോളി.
അങ്ങനെ ഏതായാലും നമ്മൾ വൺ മൈൻഡിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതേപോലത്തെ കിടിലം വീഡിയോസ് ആയിക്കണ്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളൊപ്പം അങ്ങോട്ട് കൂടിക്കോളി.